നിങ്ങൾ നമ്മുടെ പ്രകൃതിയിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? കാക്കയും പൂച്ചയും പട്ടിയും പരുന്തും കൊതുകും ഉറുമ്പും പ്രാണിയുമെല്ലാം അവരുടേതായ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാക്കക്കൂട് എടുത്തിട്ട് ആ കാക്കക്കൂടിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ മെറ്റീരിയൽ കണ്ടന്റും എല്ലാം പരിശോധിച്ചാൽ ഒരു 100 കൊല്ലം പഴക്കമുള്ള കാക്കക്കൂടും 2024 കാക്കക്കൂടും ഒരേപോലെ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു തേനീച്ചക്കൂടെടുത്ത് നാം പരിശോധിച്ചാൽ 300 കൊല്ലം മുമ്പുള്ള തേനീച്ചക്കൂടും ഇന്നുള്ള തേനീച്ചക്കൂടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഉറുമ്പുകൾ ആശയവിനിമയം നടത്താറുണ്ട് ഫെറോമോണുകൾ ഉപയോഗിച്ച്. 500 കൊല്ലം മുമ്പുള്ള ഉറുമ്പും ഇന്നുള്ള ഉറുമ്പും നടത്തുന്നത് ഒരേ ഫെറോമോണുകൾ ഉപയോഗിച്ചാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെല്ലാം അങ്ങനെയാണ്. 1000 കൊല്ലം മുമ്പുള്ള സിംഹത്തിൻ്റെ കൂട്ടവും ഇന്നത്തെ സിംഹത്തിൻ്റെ കൂട്ടവും അനുധാവനം ചെയ്യുന്നത് ഒരേ നിയമങ്ങളും ഒരേ രീതികളുമാണ്. എന്നാൽ ഒരു 100 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ വീടും 2024 മനുഷ്യന്റെ വീടും ഒരുപോലെയാണോ? ഒരു 100 കൊല്ലം മുമ്പുള്ള ഒരു 20 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ ആശയവിനിമയ സംവിധാനവും 2024 മനുഷ്യന്റെ ആശയവിനിമയ സംവിധാനവും ഒരുപോലെയാണോ? ഒരു 50 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ യാത്രാ സൗകര്യങ്ങളും 2024 നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ലോകത്തിന്റെ യാത്രാ സൗകര്യങ്ങളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. വലിയ വ്യത്യാസമുണ്ട്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത അഭൂതപൂർവമായ വലിയ വളർച്ചകളും പുരോഗമനങ്ങളും നേടിയെടുക്കാൻ മനുഷ്യ സമുദായത്തിന് സാധിച്ചിട്ടുണ്ട്, മനുഷ്യകുലത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഖുർആനിൽ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ഞാൻ പടച്ചത് ദഈഫായിട്ടാണ്, ദുർബലനായിട്ടാണ് എന്നാണ്. ഇതാരാണ് പറഞ്ഞത്? മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും കിഡ്നിയെയും കരളിനെയും കാലിനെയും കൈയിനെയും കണ്ണിനെയും കാതിനെയും പടച്ച് അതിൻ്റെതായ സ്വഭാവവും പ്രകൃതവും നൽകിയ ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത് മനുഷ്യൻ ദുർബലനാണ്. മറ്റു ജീവജാലങ്ങളെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ ദൗർബല്യം എത്രയോ വലുതാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 30 നടന്ന ആ വലിയ ദുരന്തം യഥാർത്ഥത്തിൽ അതിന്റെ നേർസാക്ഷ്യമാണ്. നമ്മളൊക്കെ ന്യൂസുകളിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ ഉരുൾപൊട്ടലിൽ വന്യമൃഗങ്ങളൊന്നും അധികം മരിച്ചിട്ടില്ല, അവയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ പോലും പലതും രക്ഷപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചുപോയി. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഞാനിന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ പല കാരണങ്ങൾ പറയുന്നുണ്ട്. മൃഗങ്ങൾക്ക് സീസ്മിക് സെൻസേഷൻ ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ പല സ്പീഷീസുകളിലും തെളിഞ്ഞതാണ്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് വാരിയേഷൻ, ഭൂമിക്കടിയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് വാരിയേഷൻ അത് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ ഓൾഫാക്ടർ വഴിയും അക്കോസ്റ്റിക് വഴിയും എല്ലാം ഡിറ്റക്ട് ചെയ്ത് അവിടെ രക്ഷപ്പെടാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ശരിക്കും ഒരു മൃഗത്തിനെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ദുർബലനാണ്, മനുഷ്യന്റെ ദൗർബല്യം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബ് നമ്മുടെ ആത്യന്തികമായ മോക്ഷത്തിന് വേണ്ടി പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന, കൽപ്പിച്ച കൽപ്പനകളും ആജ്ഞകളും നിരോധനങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ സുഖത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിശ്ചരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. മണിക്കൂറുകളോളം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നമ്മുടെ റബ്ബ് അവൻ്റെ സ്നേഹവും ഇഷ്ടവും തൃപ്തിയും പൊരുത്തവും പകരമായി നമുക്ക് നൽകട്ടെ. ഇരുലോകത്തും അവൻ്റെ ഇഷ്ടത്തിന് പാത്രങ്ങളായി ജീവിക്കാൻ കർമ്മപദങ്ങളിൽ മുന്നേറുന്നത് റബ്ബിൻ്റെ വജ്ഹ് നേടിയെടുക്കാൻ മാത്രമായി കഴിയുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ നമ്മുടെ പ്രകൃതിയിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? കാക്കയും പൂച്ചയും പട്ടിയും പരുന്തും കൊതുകും ഉറുമ്പും പ്രാണിയുമെല്ലാം അവരുടേതായ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാക്കക്കൂട് എടുത്തിട്ട് ആ കാക്കക്കൂടിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ മെറ്റീരിയൽ കണ്ടന്റും എല്ലാം പരിശോധിച്ചാൽ ഒരു 100 കൊല്ലം പഴക്കമുള്ള കാക്കക്കൂടും 2024 കാക്കക്കൂടും ഒരേപോലെ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു തേനീച്ചക്കൂടെടുത്ത് നാം പരിശോധിച്ചാൽ 300 കൊല്ലം മുമ്പുള്ള തേനീച്ചക്കൂടും ഇന്നുള്ള തേനീച്ചക്കൂടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഉറുമ്പുകൾ ആശയവിനിമയം നടത്താറുണ്ട് ഫെറോമോണുകൾ ഉപയോഗിച്ച്. 500 കൊല്ലം മുമ്പുള്ള ഉറുമ്പും ഇന്നുള്ള ഉറുമ്പും നടത്തുന്നത് ഒരേ ഫെറോമോണുകൾ ഉപയോഗിച്ചാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെല്ലാം അങ്ങനെയാണ്. 1000 കൊല്ലം മുമ്പുള്ള സിംഹത്തിൻ്റെ കൂട്ടവും ഇന്നത്തെ സിംഹത്തിൻ്റെ കൂട്ടവും അനുധാവനം ചെയ്യുന്നത് ഒരേ നിയമങ്ങളും ഒരേ രീതികളുമാണ്. എന്നാൽ ഒരു 100 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ വീടും 2024 മനുഷ്യന്റെ വീടും ഒരുപോലെയാണോ?
ഒരു 100 കൊല്ലം മുമ്പുള്ള ഒരു 20 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ ആശയവിനിമയ സംവിധാനവും 2024 മനുഷ്യന്റെ ആശയവിനിമയ സംവിധാനവും ഒരുപോലെയാണോ? ഒരു 50 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ യാത്രാ സൗകര്യങ്ങളും 2024 നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ലോകത്തിന്റെ യാത്രാ സൗകര്യങ്ങളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. വലിയ വ്യത്യാസമുണ്ട്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത അഭൂതപൂർവമായ വലിയ വളർച്ചകളും പുരോഗമനങ്ങളും നേടിയെടുക്കാൻ മനുഷ്യ സമുദായത്തിന് സാധിച്ചിട്ടുണ്ട്, മനുഷ്യകുലത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഖുർആനിൽ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ഞാൻ പടച്ചത് ദഈഫായിട്ടാണ്, ദുർബലനായിട്ടാണ് എന്നാണ്. ഇതാരാണ് പറഞ്ഞത്? മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും കിഡ്നിയെയും കരളിനെയും കാലിനെയും കൈയിനെയും കണ്ണിനെയും കാതിനെയും പടച്ച് അതിൻ്റെതായ സ്വഭാവവും പ്രകൃതവും നൽകിയ ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത് മനുഷ്യൻ ദുർബലനാണ്. മറ്റു ജീവജാലങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ദൗർബല്യം എത്രയോ വലുതാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 30 നടന്ന ആ വലിയ ദുരന്തം യഥാർത്ഥത്തിൽ അതിന്റെ നേർസാക്ഷ്യമാണ്. നമ്മളൊക്കെ ന്യൂസുകളിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ ഉരുൾപൊട്ടലിൽ വന്യമൃഗങ്ങളൊന്നും അധികം മരിച്ചിട്ടില്ല, അവയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ പോലും പലതും രക്ഷപ്പെട്ടിട്ടുണ്ട്, മനുഷ്യൻ മരിച്ചുപോയി. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഞാനിന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ പല കാരണങ്ങൾ പറയുന്നുണ്ട്. മൃഗങ്ങൾക്ക് സീസ്മിക് സെൻസേഷൻ ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ പല സ്പീഷീസുകളിൽ നിന്ന് തെളിഞ്ഞതാണ്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് വാരിയേഷൻ, ഭൂമിക്കടിയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂമിയിലുണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് വാരിയേഷൻ അത് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ ഓൾഫാക്ടർ വഴിയും അക്കോസ്റ്റിക് വഴിയും എല്ലാം ഡിറ്റക്ട് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ശരിക്കും ഒരു മൃഗത്തിനെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ദുർബലനാണ്, മനുഷ്യന്റെ ദൗർബല്യം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവയ്ക്ക് വലിയ സംവിധാനങ്ങളും സാങ്കേതികതകളും പുരോഗമനമൊന്നും ഇല്ലെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് അനുസരിച്ച്, രാസവസ്തുക്കളുടെ മാറ്റങ്ങൾ അനുസരിച്ച്, പുഴയുടെ ഒഴുക്കിന്റെ ദിശയനുസരിച്ച്, അന്തരീക്ഷത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും ഉള്ള കഴിവ് മൃഗങ്ങൾക്ക് അല്ലാഹു നൽകുമ്പോൾ മസ്തിഷ്കമെന്ന വലിയ അത്ഭുതം മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടും ഇത്രയെല്ലാം പുരോഗമന മനുഷ്യൻ നേടിയിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു അപകടം വരുമ്പോൾ മുൻകൂട്ടി മണത്തറിയാനുള്ള ശേഷി മനുഷ്യനില്ല എന്നതാണ്. അപ്പോൾ മനുഷ്യനെ ഒരു ഭാഗത്ത് ശക്തനാക്കിയതും മറ്റൊരു ഭാഗത്ത് ദുർബലനാക്കിയതും ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദുനിയാവിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം തന്നെയാണ് ഈ ദൗർബല്യം എന്ന് പറയുന്നത്. ദുനിയാവ് മൊത്തം, മനുഷ്യന്റെ ചുറ്റിലുമുള്ള സംവിധാനങ്ങൾ മുഴുവനും ദുർബലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിന്റെ 97, 98, 99 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങുമ്പോഴോ ഉണരുമ്പോഴോ കളിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒന്നും നമ്മൾ സുരക്ഷിതരല്ല. സുരക്ഷിതത്വം എന്ന ഒന്ന് ഈ ദുനിയാവിന് അന്യമാണെന്ന സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. അല്ലാഹു പറയാൻ അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നാടിന്റെ ആളുകൾ വിചാരിക്കുകയാണോ, നാട്ടുകാർ വിചാരിക്കുകയാണോ അവരങ്ങനെ ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കുമ്പോ, ഗാഢമായ നിദ്രയിലേക്ക് അവരങ്ങനെ സുഖമായി മയങ്ങിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഉണർത്തൽ അവരിലേക്ക് വരില്ല എന്ന് എന്തുറപ്പാണ് അവർക്കുള്ളത്? എന്ത് സുരക്ഷയാണ് അവർക്കുള്ളത്? أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. അവരങ്ങനെ കളിച്ചുല്ലസിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ അദാബ് അവരിലേക്ക് വരില്ല എന്നതിന്, അള്ളാഹുവിന്റെ ദുരന്തം, അള്ളാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് വരില്ല എന്നതിന് എന്ത് ഉറപ്പാണ് അവർക്കുള്ളത്? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലയോ കൂട്ടരെ, നിങ്ങൾ അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? എങ്കിൽ അറിയുക, ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടപ്പെട്ട സമുദായമല്ലാതെ, ഭാഗ്യം കെട്ടവരല്ലാതെ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവർ, ദുനിയാവിന്റെ അവസ്ഥയാണ്.
എത്രയോ സ്ഥലങ്ങളിൽ പടച്ചറബ് ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹ് ചോദിക്കുകയാണ്, അമിൻതും മൻ ഫിസ്സമാ ഭൂമി ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തപ്പെടില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ചൂരൽ മലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമെല്ലാം കിടന്നുറങ്ങിയ ആളുകൾ തലേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയവരാണ്. കുട്ടിയെ കൂട്ടിപ്പിടിച്ച് താരാട്ടുപാടി ഉറക്കുന്ന ഉമ്മമാരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഭ്രാന്തമായ ഒഴുക്കിൽ ഈ നാട് മുഴുവൻ നശിച്ചു പോകുകയാണെന്നുള്ള ചിന്ത ഉമ്മമാരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. നാളെയെക്കുറിച്ചുള്ള പദ്ധതികളും പ്രതീക്ഷകളും പ്ലാനുകളും ഉള്ളവരായിരുന്നു അവരെല്ലാവരും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സൂര്യോദയം കാണാൻ അവരിൽ പല ആളുകൾക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. ഈ ദുനിയാവിന്റെ മൊത്തം അവസ്ഥയാണ്, ഈ ദുനിയാവിന്റെ മൊത്തം അവസ്ഥയാണിത്. പ്രിയപ്പെട്ടവരെ, ജൂലൈ 29-ാം തീയതി രാത്രി അവർ ഉറങ്ങുന്നത് വരെ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം നിങ്ങളൊന്ന് കാണണം. സുന്ദരമായ പ്രദേശമാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, യാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ ആഗ്രഹം കാണിക്കുന്ന, അവിടെ ഒന്ന് താമസിക്കാൻ ആഗ്രഹം കാണിക്കുന്ന സുന്ദരമായ ഒരുപാട് തേയിലത്തോട്ടങ്ങളുള്ള, ഒരുപാട് വീടുകളുള്ള സുന്ദരമായ ഒരു ഗ്രാമമാണ് ചൂരൽമലയും മുണ്ടക്കയും അതുപോലെ ഈ പുഞ്ചിരിമട്ടവും എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചത് എന്താണ്? ആ പൊട്ടിയ സ്ഥലത്ത് കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം ഒരു പുൽനാമ്പ് പോലുമില്ലാതെ, ഒരു മരം പോലുമില്ലാതെ, ഒരു വീട് പോലും ബാക്കിയാവാതെ തരിശായി കിടക്കുന്ന അതിഭീകരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണിത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ഒരു സംഭവമുണ്ടല്ലോ, ഈ ഒരു ദുരന്തമുണ്ടല്ലോ, ഇത് ഭൂമിക്ക് മുഴുവൻ സംഭവിക്കാനിരിക്കുന്നതാണ്. ഈ സൗന്ദര്യ നഷ്ടം എന്നത് കേവലം ചൂരൽമലയ്ക്കോ മുണ്ടക്കൈക്കോ മാത്രം പറഞ്ഞതല്ല, ഈ ഭൂമിക്ക് മുഴുവൻ ഇത് സംഭവിക്കുമെന്ന് സൂറത്തുൽ കഹ്ഫിന്റെ 7-ാമത്തെയും 8-ാമത്തെയും ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്നാ ജഅൽനാ മഅലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഭൂമി എത്ര സുന്ദരമാണ്, കടൽ എത്ര സുന്ദരമാണ്, മരുഭൂമി എത്ര സുന്ദരമാണ്, കാടെത്ര സുന്ദരമാണ്, വയലേലകൾ എത്ര സുന്ദരമാണ്, പൂന്തോട്ടങ്ങൾ എത്ര സുന്ദരമാണ്, എന്തെല്ലാം സൗന്ദര്യങ്ങളാണ് പടച്ചറബവന്റെ കരവിരുതിലൂടെ ഈ ഭൂമിയിൽ വാരി വിതറിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നിട്ടല്ല പറയുകയാണ്, വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ. ഈ സൗന്ദര്യം ശാശ്വതമല്ല കേട്ടോ, ഈ സൗന്ദര്യമെല്ലാം അവസാനിക്കുന്നതാണ്. എന്നിട്ട് വെളുവെളുത്ത മണൽ പരപ്പ് മാത്രമുള്ള, ഒരു കുന്നില്ലാത്ത, മലയില്ലാത്ത, കാടില്ലാത്ത, കടലില്ലാത്ത, പുഴയില്ലാത്ത, ഉരുവിയില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, മനുഷ്യരില്ലാത്ത, പടപ്പുകളില്ലാത്ത, സൗന്ദര്യമില്ലാത്ത വെളുവെളുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള ഒരു ഭൂമിയായി, ഒരു ഗ്രഹമായി ഈ ഭൂമിയെ വിചാരണ നാളിലേക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കുമെന്ന് സൂറത്ത് കഹ്ഫിന്റെ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയുടെ സൗന്ദര്യത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഭൂമിയിൽ കാണുന്ന നയനാനന്ദകരമായ സുന്ദരമായ കാഴ്ചകളുടെ ലക്ഷ്യം എന്താണെന്ന് സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹ് പറയുന്നു, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഇബ്തിലാ എന്താണ്, ആ പരീക്ഷണം എന്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ 155-ാമത്തെ ആയത്തിൽ ആ പരീക്ഷണം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. 2 തവണയാണ് പടച്ചറബ ഒരൊറ്റ വാക്കിൽ ഉറപ്പിച്ചു പറയുന്നത്. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ബിശൈഇൻ, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഓരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്, പറഞ്ഞ് വിശദീകരിച്ചു തരികയാണ്. ഒന്നാമതായി അല്ലാഹു പറയുന്നത് മിനൽ ഖൗഫ്, ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ തന്നെ ആ ഭയപ്പാട് കൊണ്ടുള്ള പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒന്നാമത്തെ പൊട്ടുപൊട്ടുന്നത് 1:30 മണിക്കാണ്, രാത്രി 1:30 മണിക്കാണ്, പാതിരാക്ക്. 2-ാമത്തെ പൊട്ടുണ്ടാവുന്നത് പുലർച്ചെ 4 മണിക്കാണ്. ഈ 1-ാമത്തെ പൊട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ പല ആളുകളും പിന്നീട് പോയത് 4-ാമത്തെ പൊട്ടിലാണ്. 4-ാമത്തെ ഉരുൾപൊട്ടൽ 4 മണിക്കുള്ള ഉരുൾപൊട്ടലിലാണ്. അവിടെ അവരുടെ വീടിന്റെ ചുറ്റിലും ചളിയും മണ്ണും വെള്ളവും ഒക്കെ നിറഞ്ഞ്
കുടുങ്ങിക്കിടന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ അവർ അതിനുള്ളിൽ അകപ്പെട്ടു പോയി. അങ്ങനെ അകപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിലെ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെയാണ് ലോകമാദ്യമായി അവിടെ നടക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ സമയത്ത് 1:30 മുതൽ 2:30, 3:30 ഈ 2:30 മണിക്കൂർ അതിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യന്മാർ അനുഭവിച്ച മാനസികമായ വേദനയും പ്രയാസവും ഭയപ്പാടും എത്രമാത്രം വലുതായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് ഭയം കൊണ്ടുള്ള പരീക്ഷണം. ഈ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുക? തീർച്ചയായും ആ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിൽ വിജയിച്ച ആളുകളുണ്ട്, ഉറപ്പിച്ചു പറയാൻ സാധിക്കും നമുക്ക്. കാരണം ആ കൂട്ടത്തിൽ മുവഹിദുകളായ ആളുകളുണ്ട്. നമ്മുടെ മേപ്പാടി സലഫി മദ്രസയിൽ പഠിച്ച കുട്ടികൾ ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്വാഭാവികമായും തൗഹീദിന്റെ സുന്ദരമായ വചനങ്ങൾ കേട്ടു വളർന്ന മക്കൾ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിൽ 100 മേനി വിജയം കൊയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിന്റെ വിജയം? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ലേ? ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോ പിന്നിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി തലയറുക്കാൻ തയ്യാറായി വരുന്ന ഫറോവയും പട്ടാളവും. അവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത മുഴുവൻ പേടിച്ച് കിടുകിട വിറച്ചപ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? ഇന്ന റബ്ബി സയഹ്ദീൻ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ രക്ഷിതാവ് അവന്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യനാണ്. ഒരു പക്ഷേ ഉള്ളകങ്ങളിൽ ഭയപ്പാടിന്റെ നാമ്പുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ ഭയപ്പാടിനപ്പുറത്ത് ആ മനുഷ്യനെ, ആ പ്രവാചകനെ നയിച്ചത് യഥാർത്ഥത്തിലുള്ള തവക്കുലായിരുന്നു. എത്ര വലിയ ദുരന്തത്തിന്റെ മുന്നിലും അല്ലാഹ് നിന്റെ അലംഘനീയമായ വിധിയാണ്, നിനക്കല്ലാതെ ഇതിനൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിൽ തവക്കുൽ ചെയ്ത് ആ റബ്ബിന്റെ വിധിയെ നെഞ്ചോട് ചേർക്കാൻ തയ്യാറാവുന്നവരുണ്ടല്ലോ, ഏത് ദുരന്ത ഭൂമിയിലായാലും അവരാണ് ശുഹദാക്കൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന് വിളിച്ചിട്ട്, പടച്ച റബ്ബേ എന്ന് വിളിച്ചിട്ട്, റഹ്മാനായ റബ്ബേ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി കൈകൾ നീട്ടിയ ഒരാളുടെയും വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല അവഗണിക്കുകയില്ല. തീർച്ചയായും രക്തസാക്ഷിയുടെ പ്രതിഫലം കൊടുത്ത് പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ചേർത്ത് വെക്കുക തന്നെ ചെയ്യും. ഭയപ്പാടിന്റെ സമയത്ത് ആ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിൽ വിജയം നേടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. തൗഹീദുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ദുരന്തങ്ങൾ സംഭവിച്ചാലും, ഭൂമി കുലുങ്ങിയാലും, സുനാമി വന്നാലും, മണ്ണൊലിപ്പുണ്ടായാലും, ഉരുൾപൊട്ടലുണ്ടായാലും, എന്ത് സംഭവിച്ചാലും പ്രിയപ്പെട്ടവരെ, എങ്ങനെ മരണപ്പെട്ടാലും അവൻ അള്ളാഹുവിന്റെ സുന്ദരമായ രക്ഷയിലേക്കാണ്, സുരക്ഷയിലേക്കാണ് യാത്രയാവുന്നത്. ഒന്നാമത്തെ പരീക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. രണ്ടാമത്തെ പരീക്ഷണം വിശപ്പാൻ. ഈ ആയത്തിങ്ങനെ ഓതുമ്പോ, ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ വൽജൂ എന്ന് പറയുമ്പോ കേരളക്കാർക്ക് കുറച്ചൊന്ന് സമാധാനിക്കാൻ കഴിയും, കുറച്ചൊന്ന് ആശ്വസിക്കാൻ കഴിയും, കുറച്ചൊന്ന് അഭിമാനിക്കാൻ കഴിയും. കാരണം പ്രിയപ്പെട്ടവരെ, കേരളത്തിലല്ല മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടിണിയിലേക്ക് ആ നാട് വലിച്ചെറിയപ്പെട്ടേക്കാം. പക്ഷെ കേരളത്തിന്റെ കഥ അതല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേപ്പാടി ഭാഗത്തുള്ള പല സ്കൂളുകളിലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വസ്ത്രങ്ങളും ഗ്രോസറികളുമായി നിറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. ജൂലൈ 30 രാവിലെ സുബഹ് നമസ്കാരം കഴിഞ്ഞപ്പോ എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. എന്റെ സുഹൃത്താണ് വയനാടിലുള്ള. അവൻ ആദ്യം പറഞ്ഞത്, ആദ്യമായി അവന്റെ അടുത്താണ് വിവരം കിട്ടുന്നത്, അവൻ ആദ്യം പറഞ്ഞത് 1500 പേർക്കുള്ള ഭക്ഷണം, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന 1500 പേർക്കുള്ള ഭക്ഷണത്തിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ അവന്റെ കുടുംബക്കാരില്ല, ബന്ധക്കാരില്ല, സുഹൃത്തുക്കളില്ല. അവന്റെ വീട് കമ്പളക്കാടാണ്. സംഭവം നടക്കുന്നത് മേപ്പാടി വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി ചൂരൽമലയും മുണ്ടക്കൈയിലും ഒക്കെയാണ്. ഇതാണൊരു മലയാളിയുടെ മനസ്ഥിതി. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്. നമുക്കറിയാലോ, ആ രക്ഷാദൗത്യത്തിൽ പ്രജീഷ് എന്ന് പറയുന്ന ഒരു ജീപ്പ് ഡ്രൈവർ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചിട്ടാണ് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയത്. 1.5 ഉരുൾപൊട്ടി, ആ ഉരുൾപൊട്ടലിൽ കുടുങ്ങിപ്പോയ മരണപ്പെടുമായിരുന്ന ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്തിയിട്ടാണ് അവസാനം ആ നല്ല മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നത്. 4 മണിക്കുള്ള ആ ഭയാനകമായ ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേൾക്കുമ്പോ ഒരു ഞെട്ടലോടെ പ്രജീഷിന്റെ കൂട്ടുകാരെ തിരിച്ചറിയുകയായിരുന്നു. തങ്ങളുടെ
പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരുപാട് മനുഷ്യന്മാരെ താഴേക്ക് എത്തിക്കാൻ, സുരക്ഷിതമായി താഴേക്ക് ഇറക്കാൻ തുനിഞ്ഞിറങ്ങിയ കഷ്ടപ്പെട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ ഉരുൾപൊട്ടലിൽ പെട്ടിട്ടുണ്ട്, മരണത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഒരു ഞെട്ടലോടെ തിരിച്ചറിയാണ്. കരഞ്ഞിട്ടാണ് അവർ മാധ്യമങ്ങളോട് സംഭവം പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് പ്രവാചകന്മാരുടെ മാതൃകയാണ് യഥാർത്ഥത്തിൽ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പോയി. മദിയനിലെത്തിയപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ വാൽത്തലപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ. ഇനി എങ്ങനെ ജീവിക്കുന്നറിയില്ല, എന്താണ് തന്റെ ഉപജീവനം എന്നൊന്നും അറിയില്ല. പക്ഷേ ആ സമയത്തും ആ ഒരു വല്ലാത്ത അവസ്ഥയിലും 2 പെൺകുട്ടികൾ, 2 സ്ത്രീകൾ ആടിന് വെള്ളം കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കാര്യം മുഴുവനും മറന്നിട്ട് ആ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെട്ട് എന്നിട്ട് മാറി നിന്ന് റബ്ബിലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ എനിക്ക് നീ നൽകുന്ന ഏതൊരു നന്മയിലേക്കും ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണെന്ന് പ്രാർത്ഥിച്ച മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ ചര്യയാണ് പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും, സ്വന്തം ജീവൻ അപകടം വരാൻ സാധ്യതയുണ്ടാകുമ്പോഴും ആ അപകട സ്ഥലത്തേക്ക് പോലും രക്ഷാദൗത്യവുമായി കടന്നുപോയ മലയാളികളുടെ മനസ്സുണ്ടല്ലോ, ഈ നാട്ടുകാരുടെ മനസ്സുണ്ടല്ലോ, എന്തുകൊണ്ടും ശ്ലാഘനീയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 7 കൊല്ലം നിരപരാധിയായ രീതിയിൽ ജയിലിലടച്ച ഭരണകൂടം ഒരു വലിയ ക്ഷാമം നേരിടാൻ പോകുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ വിശ്വസ്തനായ ഹഫീദുൻ അമീൻ, ഞാൻ വിശ്വസ്തനായ ഒരു ഖജാനക്കാരനാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ ധനകാര്യം എന്നെ ഏൽപ്പിച്ചാൽ വരാനിരിക്കുന്ന മഹാക്ഷാമത്തിൽ നിന്ന് ഈ നാടിനെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ആ നാടിന്റെ രക്ഷാ ദൗത്യം ഏറ്റെടുക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ ശരീരമാണത്. എന്തുകൊണ്ടും നമുക്ക് സമാധാനിക്കാനുള്ള വക അതിലുണ്ട്. ഒത്തൊരുമയോടെ, മനുഷ്യ സ്നേഹത്തോടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ആംബുലൻസ് പോകുമ്പോ കേരളത്തിൽ ഒരു മനുഷ്യന്റെ ജീവന്റെ വില അറിയുന്ന മനുഷ്യർ പെട്ടെന്ന് തന്നെ 2 ഭാഗത്തേക്ക് വാഹനങ്ങൾ നീക്കി അതിന്റെ നടുവിലൂടെ വഴിയൊരുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ പല നാടുകളിലും പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ആംബുലൻസുകൾ മണിക്കൂറുകളോളം സൈറൻ മുഴക്കി പോകാൻ സ്ഥലം കിട്ടാതെ, ആംബുലൻസിന്റെ ഉള്ളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ഒട്ടനവധി മരണങ്ങൾ അതേസമയം നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്നുണ്ട്. കേരളക്കരയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരാൾ ആക്സിഡന്റ് സംഭവിച്ച് ഈ പറയുന്ന റോഡ് സൈഡിൽ മൃതപ്രായരായി കിടന്നിട്ട് ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ കേരളക്കരയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ബാംഗ്ലൂർ അടക്കമുള്ള പല പട്ടണങ്ങളിലും, പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും മനുഷ്യർ ഒരു പുഴുവിന്റെ വില പോലും ഇല്ലാതെ, ഒരു പേപ്പട്ടിയുടെ വില പോലും ഇല്ലാതെ, ഒരു തെരുവുനായയുടെ വില പോലും ഇല്ലാതെ രക്തത്തിൽ കുളിച്ച് ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് കാലുകൊണ്ട് തട്ടിമാറ്റി നടന്നു പോകുന്ന മനുഷ്യർ ഈ രാജ്യത്ത് തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ആരാണോ മനസ്സിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷ നൽകപ്പെടുന്നത്, ആരാണോ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, അവരാകുന്നു യഥാർത്ഥ വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ന പരീക്ഷണത്തിൽ നിന്ന് കേരളക്കരയെ പടച്ചറബ് പരിരക്ഷിക്കുന്നത് ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലാണ്. ആ ഐക്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പാവപ്പെട്ടവന്റെ വേദന കാണുമ്പോൾ അത് തന്റെ കൂടി വേദനയാണ് എന്ന ചിന്തയും ആ എമ്പതിയും ആ സിമ്പതിയും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പരീക്ഷണം, വനഖ്സിം മിനൽ അംവാൽ, സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, 500-ലധികം വീടുകളാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഇല്ലാതെയായി പോയത്, നാമാവശേഷമായി പോയത്. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വപ്നമാണ്, ഒരു മനുഷ്യന്റെ വിയർപ്പാണ്. ഒരു പക്ഷെ ഉള്ളതെല്ലാം വിറ്റുപുറക്കി അയാളുടെ ഭാര്യ തന്റെ കയ്യിലുള്ള സ്വർണം മുഴുവൻ വിറ്റ് കഴിഞ്ഞ് പാർക്കാനുള്ള, മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കിയെടുക്കാൻ മനുഷ്യ ജീവിതങ്ങൾ തന്നെ, ആയുസ് തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകാം. അതാണ് ഒറ്റ സുപ്രഭാതത്തിൽ ഇല്ലാതെയായി പോകുന്നത്. അത് അവരുടേത് മാത്രമല്ല, നമ്മുടെ സമ്പത്തിന്റെയും അവസ്ഥ അത് തന്നെയാണ്, നമ്മുടെ വീടിന്റെയും അവസ്ഥ അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരാണ് ഉറപ്പ് തന്നത്? ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് സുരക്ഷിതരായി നമ്മൾ എഴുന്നേറ്റ് പോകുന്നത് ആരാ നമുക്ക് ഉറപ്പ് തന്നത്? ഈ പറയുന്ന രക്ഷാദൗത്യത്തിനിടയിൽ മണ്ണിലേക്ക് ആണ്ടുപോയ ഒരു അലമാര തുറന്നപ്പോ ആ അലമാരക്കുള്ളിൽ നിന്നൊരു കടലാസ് കിട്ടി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അത്. ആ കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? തൊട്ടയൽപക്കക്കാരന്റെ വേലി കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോ ആ വേലിയെ കുറിച്ചുള്ള പരാതിക്കത്താണ്. പഞ്ചായത്തിനോ മറ്റോ കൊടുക്കാനുള്ള പരാതിക്കത്താണ്. എന്താണ് പരാതിയിൽ പറയുന്നത്?
ഞാൻ ഒരുപാട് തവണ സംസാരിച്ചു, പറഞ്ഞു നോക്കി. പക്ഷേ വേലി എൻ്റെ പറമ്പിലേക്ക് കടന്നിരിക്കാണ്. സർവേ നമ്പറൊക്കെ വെച്ചിട്ടുള്ള പരാതിയാണ്. പ്രിയപ്പെട്ടവരെ, ആ അയൽപക്കക്കാരനും ഇല്ല, ഈ പരാതിക്കാരനും ഒന്നുമില്ല. ആ രണ്ട് പറമ്പും ഇല്ല, വേലിയും ഇല്ല, ഒന്നുമില്ല. ഒരു ദൃഷ്ടാന്തം എന്നോണം പടച്ച റബ്ബ് ആ പരാതിക്കത്ത് ബാക്കിയാക്കി. എന്തിനു വേണ്ടി അറിയോ? എന്റെയും നിങ്ങളൊക്കെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ്, ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, കുറെ വെട്ടിപ്പിടിച്ചുണ്ടാക്കി, കൂടപ്പിറപ്പിനെ തമ്മിൽ തെറ്റിപ്പിച്ച്, കൂടപ്പിറപ്പിനെ വെറുപ്പിച്ച്, ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ്, ഹക്കും ബാത്തിലും നോക്കാതെ, സത്യവും അസത്യവും നോക്കാതെ, ധർമ്മം നോക്കാതെ കണ്ടമാനം സമ്പാദിച്ച് എന്ത് കിട്ടാനാണ് പ്രിയപ്പെട്ടവരെ? എന്ത് നേടാനാണ്? ഒരു സുനാമി, ഒരു ഭൂമികുലുക്കം, ഒരു ഉരുൾപൊട്ടൽ, അല്ലെങ്കിൽ ശക്തമായ ഒരു മഴ, അതിൽ തീരാവുന്നതിനപ്പുറത്ത് ഒന്നും ഈ ദുനിയാവിൽ പടച്ചു വെച്ചിട്ടില്ല എന്ന വലിയ സത്യമാണ് ഈ സംഭവങ്ങളിലൂടെ, ഈ അനുഭവങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത്. എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയുണ്ടെങ്കിൽ ആ 1000 രൂപയിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൊടുത്താൽ ആ 100 രൂപ എനിക്ക് കിട്ടി. 900 എനിക്ക് നഷ്ടമാണ്. കുറച്ചപ്പുറത്ത് പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ആ 100 രൂപ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. 900 എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു തരത്തിലും ഉപകരിക്കുകയില്ല. കൊടുക്കുന്നത് മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ മാപ്പ് നൽകാൻ പഠിക്കുക, ജീവിതത്തിൽ വിട്ടുവീഴ്ച നൽകാൻ പഠിക്കുക. സ്വത്തിനും സമ്പാദ്യത്തിനും അധികാരത്തിനും സ്ഥാനപ്പേരിനു വേണ്ടിയുള്ള മത്സരങ്ങൾ അവസാനിപ്പിച്ച്, ഈ ദുനിയാവ് നശ്വരമാണ്, മത്സരിക്കാൻ മാത്രമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല എന്ന തിരിച്ചറിവിലൂടെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവ് അല്ലാഹ് പറഞ്ഞെന്താണ്? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവ് ഒരു ചുക്കുമല്ല, ഒന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ആ സമ്പാദ്യം ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാനുള്ളതാണെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ഇതൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടവരല്ല. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്, കൂടപ്പിറപ്പുകളെയും ഉറ്റവരെയും ഉടയവരെയും തിരിച്ചു വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന്റെ തീവ്രതയുടെ പാരമ്യമാണ് വയനാടിലെ ദുരന്തഭൂമിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പയും ഉമ്മയും ഇല്ലാതെ ബാക്കിയായ മക്കൾ, മക്കളൊന്നുമില്ലാതെ ബാക്കിയായ മാതാപിതാക്കൾ, ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ഒന്നുമില്ലാതെ ബാക്കിയായ ഗ്രഹനാഥന്മാർ. എന്തായിരിക്കും അവരുടെ വേദന, എത്രയായിരിക്കും അവരുടെ പ്രയാസം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു പ്രവാസിയുടെ സംഭവം എല്ലാ ചാനലുകളും മത്സരിച്ച് അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി, അവരുടെ വ്യൂസ് കൂട്ടുന്നതിന് വേണ്ടി പരസ്പരം മത്സരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തുടിക്കുന്ന സങ്കടത്തിന്റെ സാഗരം എത്രമാത്രം ആഴമുള്ളതാണെന്ന് അളക്കാനുള്ള ഒരളവ് പോലും പ്രിയപ്പെട്ടവരെ മനുഷ്യവംശം കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനോ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു പ്രവാസി, ആ പ്രവാസിയെ ആ പ്രവാസ ലോകത്തുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാട്ടിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ്. 12 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ആകെ ജീവിക്കുന്നത് ഒരൊറ്റ കൊല്ലമാണ്. ഒരു കൊല്ലത്തിൽ ഒരു ഭിക്ഷ പോലെ, ഒരു ഔദാര്യം പോലെ അവന്റെ കമ്പനി അവന് കൊടുക്കുന്ന ഒരു മാസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വന്നിട്ടാണ് അവന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത്, അവന്റെ മക്കളോടൊപ്പം ജീവിക്കുന്നത്, അവന്റെ മാതാപിതാക്കൾ. അതിനു വേണ്ടിയാണ് ബാക്കിയുള്ള 11 മാസവും അവൻ പണിയെടുക്കുന്നത്, ജോലി ചെയ്യുന്നത്. അവിടെയുള്ള വെയിലും തണുപ്പുമേറ്റ് ഹൃദയത്തിലുള്ള വിരഹദുഃഖവും സങ്കടവും മുഴുവൻ കടിച്ചു പിടിച്ചുകൊണ്ടൊരു പ്രവാസി ജോലി ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്, ഈ ഒരു മാസത്തിന് വേണ്ടിയാണ്. പക്ഷെ ആ മനുഷ്യന്റെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ പോയിട്ട്, മക്കള് പോയിട്ട്, ഉമ്മ പോയിട്ട്, ഉപ്പ പോയിട്ട്, ഒന്ന് ചേർത്ത് പിടിച്ച് കരയാൻ പോലും, ഒന്ന് തലയൊന്ന് മുട്ടിച്ച് കരയാനുള്ള വീട് പോലും ബാക്കിയാവാത്ത അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന്റെ വേദന നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവർ ആലോചിച്ചിട്ടുണ്ടോ? എന്ത് പറഞ്ഞ് നമ്മൾ അവരെ സമാധാനിപ്പിക്കും? നമ്മൾ അവിടെ നിന്ന് കേട്ടുവിടുന്ന ലോഡ് കണക്കിന് ഭക്ഷണ സാധനങ്ങൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട മനുഷ്യരുടെ മനസ്സാക്ഷിയെ, അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ മാത്രം പര്യാപ്തമല്ല. വീടുണ്ടാക്കി കൊടുക്കാം, പുതിയ കച്ചവടം ഉണ്ടാക്കി കൊടുക്കാം, പുതിയ ജോലി നൽകാം. ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ഈ വാക്കുകളൊന്നും സമാധാനം നൽകില്ല പ്രിയപ്പെട്ടവരെ. ഈ വചനങ്ങളൊന്നും സമാധാനം നൽകില്ല. സമാധാനം നൽകുന്ന വചനം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ആ സമാധാനമുള്ള വചനം എന്നറിയോ? അല്ലാഹു പറയാണ്, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി
വഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ അവരതാ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. എന്റെ റബ്ബ് എനിക്ക് എന്ത് വിധിച്ചു കഴിഞ്ഞാലും ഞാനതിൽ തൃപ്തനാണ്. എന്റെ റബ്ബ് എനിക്ക് എന്ത് സങ്കടങ്ങൾ തന്നാലും ഞാനതിൽ തൃപ്തനാണെന്നുള്ള വചനമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ഉഹുദ് യുദ്ധത്തിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മുസ്തജാബു ദുആ ആയിരുന്നു. എന്ത് ചോദിച്ചാലും പടച്ച റബ്ബിനോട് എന്ത് ചോദിച്ചാലും തൽക്ഷണം പടച്ച റബ്ബ് അത് നൽകുമായിരുന്നു. ആ അവസ്ഥയിലുള്ള മനുഷ്യനായിരുന്നു മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് മക്കയിൽ വന്നുകൊണ്ടിരിക്കൽ പള്ളിയിൽ ഇരുന്നപ്പോ, കഅബ ശരീഫിന്റെ പരിസരത്തിരുന്നപ്പോ, ആ മക്കയിൽ ഉണ്ടായിരുന്ന സ്വഹാബികളും താബികളും ആ മനുഷ്യന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട്, സ്വഹാബിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഇന്നിന്ന പ്രയാസങ്ങളുണ്ട്, ഇന്നിന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടിയെല്ലാം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ ഭൃത്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നാട്ടുകാർക്ക് വേണ്ടി മുഴുവനും നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ദുആ ചെയ്തല്ലോ, നിങ്ങളുടെ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടാൻ അല്ലാഹുവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങളുടെ ഈ കണ്ണിന്റെ കാഴ്ചയൊന്ന് തിരിച്ചു തരാൻ റബ്ബിനോട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അദ്ദേഹം പറയുകയാണ്, എനിക്കെന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം, എനിക്കെന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം എന്റെ റബ്ബെനിക്ക് വിധിച്ച ഈ അന്ധത അനുഭവിക്കുന്നതാണ്, ആസ്വദിക്കുന്നതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈമാനിന്റെ ശക്തി. അദ്ദേഹം ആ അന്ധത ആസ്വദിക്കുകയാണ്. അള്ളാഹുവിനോട് സ്നേഹമുള്ള മനുഷ്യന് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതെല്ലാം ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഉമ്മയ്യത്തിന്റെ ചാട്ടവാറടിക്ക് ബിലാലിനെ പിന്തിരിപ്പിക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് ക്രൂരമായ പീഡനങ്ങളിലും അമ്മാർ പിന്തിരിയാതിരുന്നത്. അതുകൊണ്ടാണ് അതിക്രൂരമായ ബഹിഷ്കരണങ്ങളിലും ഹാഷിം കുടുംബത്തിൽപ്പെട്ട വിശ്വാസികൾ വിശ്വാസം കൈവിടാതിരുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സമാധാനത്തിന്റെ ഒന്നാമത്തെ വചനം എന്താണെന്നറിയുമോ? ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്, റബ്ബിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ വിധിയിൽ ഇതയുള്ളവരാണ്, തൃപ്തിയുള്ളവരാണ്. അടുത്തതായ സമാധാനത്തിന്റെ വചനം എന്താണെന്നറിയുമോ? വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ദുനിയാവ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഇനിയൊരിക്കലും ഞാൻ എന്റെ ഉമ്മയെ കാണുകയില്ല എന്ന വിശ്വാസം തെറ്റാണ്. ഉമ്മയെ കാണുക തന്നെ ചെയ്യും. പരലോകമെന്നൊരു സമാഗമമുണ്ട്. ആ പരലോകത്ത് ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും മക്കളുമെല്ലാം ഒരുമിച്ച് കൂടുമെന്ന് പടച്ചറബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മയെ ഇനി ഒരിക്കലും ഞാൻ കാണില്ല എന്ന സങ്കടം എനിക്കില്ല, എന്റെ ഉപ്പ ഇനി ഒരിക്കലും കാണില്ല എന്ന സങ്കടം എനിക്കില്ല. വഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളെല്ലാം അവങ്കലേക്ക് മടങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയൊരു സമാധാനം മറ്റേത് ചിന്ത കൊണ്ടാണ് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ ശരിക്കും. ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യന് ഇതൊരു ടെമ്പററി ഡിപ്പാർട്ട് മാത്രമാണ്, ഇതൊരു താൽക്കാലികമായ വേർപിരിയൽ മാത്രമാണ്. മാശറയിൽ എല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടും, സമാഗമം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു സമാധാനം ഒരു മനുഷ്യന് വേറെ എന്താണ് കിട്ടുക? ആ സമാധാനത്തിലേക്കാണ് മനുഷ്യത്വ വിരോധികളായ ചില ദ്രോഹികൾ കല്ലിടുന്നത്. അവർ പറയും, പടച്ചോൻ എവിടെ, ദൈവം എവിടെ? ഇതൊക്കെ ചോദിച്ചിട്ട് ആ ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്ന സമാധാനത്തിന് കൂടി ഊതിക്കെടുത്താൻ ഇറങ്ങിയ മനുഷ്യ പിശാചുക്കൾ എന്നല്ലാതെ അവരെ മറ്റെന്താ പറയാ? അവരെ കുറിച്ച് മറ്റെന്താണ് പറയുക? ദുരന്ത ഭൂമിയിൽ ആളുകൾക്ക് കിട്ടുന്ന സമാധാനത്തിന് ആക്കം കൂട്ടാനല്ല നമ്മൾ നോക്കേണ്ടത്, ആ സമാധാനം ഊതിക്കെടുത്താനാണ് നമ്മൾ നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. ഈ ദുനിയാവിൽ നടക്കുന്നതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന ഒന്നല്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഉപദേശം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു ഉപദേശം കൊടുത്ത ആ ഉപദേശത്തിന്റെ ഹദീസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആ ഉപദേശം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ആ ഉപദേശം? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കാൻ അബ്ദുല്ലാഹ് മോനെ നിനക്ക് സാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ അദ്ദേഹം ജീവിച്ചു.
സുഹൃത്തിന്റെ പരിത്യാഗത്തിന്റെ പ്രതീകമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോലും തയ്യാറായില്ല. അത് ഇസ്ലാമികല്ല കേട്ടോ. അദ്ദേഹം കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തോട് വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് താല്പര്യമില്ല എന്നാണ്. എന്റെ ഇബാദത്തിന് മുടക്കം വരും, എന്റെ ആരാധനകൾക്ക് മുടക്കം വരും, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അവിടെയാണ് നമ്മുടെ ഉമ്മ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇത്താത്തയായ ഹഫ്സ റളിയല്ലാഹു അൻഹ തിരുത്തി കൊടുക്കുന്നത്. അവർക്കൊക്കെ ഉള്ള ഇൽമിന്റെ, അറിവിന്റെ, ഫഹ്മിന്റെ ആഴം എത്രയാണെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഹഫ്സ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിനെ വിളിച്ചിട്ട് പറയാണ്, മോനെ അബ്ദുല്ല, നീ വിവാഹം കഴിക്കണം. അത് നിന്റെ ഇബാദത്തിന് മുടക്കുകയല്ല ചെയ്യുക, അത് നിന്റെ ഇബാദത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ ഉദ്ധരിച്ച് മക്കളുടെ ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും സ്വർഗ്ഗത്തിൽ ദറജ കൂട്ടിക്കൊടുക്കും എന്ന കാര്യം ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് തന്നെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം പല സൽക്കാരങ്ങളിലും പങ്കെടുക്കും. ക്ഷണിച്ചാൽ അദ്ദേഹം പോകും, പക്ഷെ അദ്ദേഹത്തിന് അധിക ദിവസവും നോമ്പായിരിക്കും. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, മടങ്ങേണ്ടവരാണ്, സ്ഥിരതാമസക്കാരല്ല. പ്രിയപ്പെട്ടവർ, എത്ര ചെറുതാണ് ഈ ജീവിതം, എത്ര ചെറുതാണ്. സൂറത്തു നാസിയാത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്തറിയോ? കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. ആ ദിനം അവർ കാണുമ്പോ, ആ അന്ത്യനാൾ അവർ കാണുമ്പോ ഈ ദുനിയാവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയുമോ? ലം യൽബസൂ, നമ്മൾ അവരെ താമസിച്ചിട്ടില്ല, ഈ ദുനിയാവിൽ നമ്മൾ കഴിഞ്ഞുകൂടിയിട്ടില്ല. ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ഒരു വൈകുന്നേരമല്ലാതെ, ഒരു പ്രഭാതമല്ലാതെ, ഒരു പൂർവാഹനത്തിലല്ലാതെ നമ്മൾ ആ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന് അവർ ചിന്തിച്ചു പോകുമെന്നാണ്, വിചാരിച്ചു പോകുമെന്നാണ്. ഇത്രയും ചെറുതാണ്, ഇത്രമാത്രം ബാലിശമാണ്, ഇത്രമാത്രം ദുർബലമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തെക്കാൾ എത്രയോ ഇരട്ടി വരുന്നതാണ് ബർസഖിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ആ ബർസഖിൽ നമ്മൾ എത്ര കൊല്ലം ജീവിക്കേണ്ടി വരും? 100, 200, 300, 400? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ജീവിച്ചത് 63 കൊല്ലമാണെന്നാൽ ഖബറിൽ ഇന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1400 ചില്ലാനം കൊല്ലങ്ങളായി. അവിടുത്തെ സ്വഹാബികളും അതെ, അവിടുത്തെ താബിഈകളും അതെ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുമെല്ലാം സഹസ്രാബ്ദങ്ങളായി ഖബറിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആ ഖബറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാനാ. ഖബർ കാണുമ്പോ എത്രയോ മയ്യിത്തുകൾ നാം മറമാടിയിട്ടുണ്ട്. ആ മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മുൻഗാമികളായ പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇതാ നാളത്തെ മയ്യിത്തുകൾ ഇന്നത്തെ മയ്യിത്തിനെ ചുമന്നു കൊണ്ടുപോകുകയാണ്. നമ്മളൊരു മയ്യിത്തും കൊണ്ട് ചുമന്നു പോകുമ്പോൾ അത് ഇന്നത്തെ മയ്യിത്താണ്, നമ്മൾ നാളത്തെ മയ്യിത്താണെന്ന വ്യത്യാസമല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല. എത്ര മയ്യിത്തുകളാണ് നാം ഖബറിലിറക്കി വെച്ചത്, എത്ര ഖബർസ്ഥാനുകളാണ് നാം സന്ദർശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കും പോയി കിടക്കാനുള്ള ഏകാന്തതയുടെ മുറിയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു വിചാരം നമുക്കുണ്ടായിട്ടുണ്ടോ? പേരും പെരുമയും അവസാനിക്കുന്ന, ആഭിജാത്യവും അന്തസ്സും മുഴുവൻ അവസാനിക്കുന്ന, എല്ലാ പേരും തീരുന്ന തറവാട്ട് പേരും പണത്തിന്റെ സമ്പാദ്യത്തിന്റെ ഹുങ്കുമെല്ലാം അവസാനിക്കുന്ന ഒരിടമാണ് ഖബർ എന്ന് പറയുന്നത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. കാലാന്തരത്തിൽ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മാനദണ്ഡങ്ങളും അളവുകോലുകളും ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ പരസ്പരം പെരുമ നടിച്ചുകൊണ്ടിരിക്കുമ്പോ, പരസ്പരം ധാരാളിത്തം നടിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ ധാരാളിത്തത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് മതി, ഒരു സ്ട്രോക്ക് മതി, അല്ലെങ്കിൽ ഒരു കുഴഞ്ഞു വീഴൽ മതിയാകും എല്ലാം അവസാനിക്കാൻ. എന്നിട്ട് ചേരേണ്ടത് എവിടെയാണ്? മണ്ണിനോടാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എത്ര നന്നായി നമ്മൾ ശരീരിച്ച, എത്ര നന്നായി നമ്മൾ പരിപാലിച്ച ശരീരമാണ്, എത്ര നന്നായി വ്യായാമം ചെയ്ത്
പോഷകമുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ഡോക്ടർമാര് പറയുന്നത് പോലെ കേട്ട് പൊന്നുപോലെ കൊണ്ടു നടന്ന ശരീരം ഖബറിലേക്ക് വെക്കേണ്ട താമസം പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പുഴവർഗ്ഗങ്ങളാൽ ആക്രമിക്കപ്പെടുകയാണ്. 1-2 മാസം കഴിയുമ്പോ കോമളമായ ചർമ്മമുള്ള മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അസ്ഥിപഞ്ജരങ്ങൾക്ക് ചുറ്റിലും കാണുന്ന ഒരു ദ്രാവകം മാത്രമാണ്. അതിന്റെ പുറത്തേക്ക് മനുഷ്യനൊന്നുമില്ല. അങ്ങനെ ഖബറിൽ ഒരുപാട് കാലം ബർസഖിയായ ലോകത്ത് ഒരുപാട് കാലം ഒറ്റയ്ക്ക് കിടക്കേണ്ടതുണ്ട്. അവിടെയും രക്ഷയും ശിക്ഷയും ഉണ്ട് എന്ന് പടച്ചറബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ ലജദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇസ്രാഫീലിന്റെ സൂറിലോത്ത് എന്ന് പറയുന്നത് ഒറ്റത്തവണയല്ല. ഒന്നാമത്തെ തവണ സൂറിലൂതുമ്പോ ഈ മഹാപ്രപഞ്ചം മുഴുവൻ തകിടം മറിഞ്ഞ് നശിച്ചില്ലാതെയാകും. രണ്ടാമത്തെ തവണ സൂറിലൂതുമ്പോ അത് ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഊത്താണ്. അത് വിചാരണക്കുള്ള വിളിയാണ്. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും പ്രാണികളും പറവകളും പാമ്പുകളും മത്സ്യങ്ങളും എല്ലാം ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് മൃഗങ്ങളോട് അവിടെ വെച്ച് തന്നെ അവരുടെ കണക്ക് തീർക്കുകയാണ്. എന്നിട്ട് കുനൂ തുറാബാ, നിങ്ങൾ മണ്ണായി മാറുക എന്നവരോട് പറയുകയാണ്. ാണെന്നാൽ മൃഗങ്ങളെ പോലെയും പക്ഷികളെ പോലെയും അല്ല കേട്ടോ മനുഷ്യർക്ക് ഭയാനകമായ വിചാരണ വരാനിരിക്കുകയാണ്. അതിഭീകരമായ വിചാരണ വരാനിരിക്കുകയാണ്. അനിശ്ചിതമായി നീണ്ടു നിൽക്കുന്ന ആ വിചാരണയുടെ വേദിയിൽ മനുഷ്യരെങ്ങനെ കാത്തുകെട്ടി കിടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ കാത്തുകെട്ടിക്കിടന്ന അവസാനം മനുഷ്യരുടെ ശുപാർശകൾ പ്രവാചകന്റെ ശുപാർശയിലൂടെ വിചാരണയുടെ വേദിയിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. അല്ലാഹു പറയുകയാണ് റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം يومئذ يتذكر الإنسان وأنى له الذكرى. അല്ലാഹുവും മലക്കുകളും അവിടെ സഫായിട്ട് വരികയാണ് വിചാരണയ്ക്ക് വേണ്ടി. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ ദുനിയാവിലേക്ക് വരുമ്പോ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണണമെന്ന് നിശ്ചയിച്ചവൻ, എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കണമെന്ന് നിശ്ചയിച്ചവൻ, എന്റെ നാവ് കൊണ്ട് ഞാൻ പറയണമെന്ന് നിശ്ചയിച്ചവൻ, എന്റെ കാലുകൊണ്ട് ഞാൻ നടക്കണമെന്ന് നിശ്ചയിച്ചവൻ, എന്റെ കൈ കൊണ്ട് ഞാൻ പ്രവർത്തിക്കണമെന്ന് നിശ്ചയിച്ചവൻ, ഞാൻ അവിടെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ അള്ളാഹു നിശ്ചയിക്കുന്നു എന്റെ നാവ് സംസാരിക്കണ്ട, എന്റെ വായക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നാവ് കൊണ്ട് സംസാരിപ്പിച്ചവനതാ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. എന്നിട്ട് കാലുകളതാ അതിന് സാക്ഷ്യം പറയുകയാണ്. ഒന്നും വിട്ടുകളയാൻ കഴിയില്ല. എത്ര ചെറുതായാലും ജീവിതത്തിന്റെ ഏതോ ഒരു സന്ദർഭത്തിൽ എവിടെയോ വെച്ച് ഏതോ ഒരു പ്രായത്തിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നാം ചെയ്ത വളരെ ചെറിയ അതിനിസാരമെന്ന് നമുക്ക് തോന്നുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങൾ അതാ അവിടെ നമ്മെ തേടി വരികയാണ്. ഒരു വാക്കും വിട്ട് കളയുന്നില്ല കേട്ടോ, ഒരു വചനവും വിട്ട് കളയുന്നില്ല കേട്ടോ. റഖീബും അതീദും അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കാതെ പ്രിയപ്പെട്ടവരെ ആ വിചാരണയെ നാം നേരിടേണ്ടതുണ്ട്. ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് നാം സ്വീകരിക്കേണ്ടതുണ്ട്. മീസാനിനെ നേരിടേണ്ടതുണ്ട്, സിറാത്തിനെ നേരിടേണ്ടതുണ്ട്. ഇനിയുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടവും എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ആലമുൽ അർവാഹ് എന്ന ഘട്ടം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലം യകുൻ ശൈഅൻ മസ്കൂറാ, ഓർക്കപ്പെടാത്ത പറയപ്പെടാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നമുക്കൊരു ഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇനിയുള്ള ഓരോ ഘട്ടവും ഇതിനേക്കാൾ പ്രയാസമുള്ളതാണ്, ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് മനുഷ്യന് വരാനിരിക്കുന്ന ഓരോ ഘട്ടവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, പടച്ചറബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്ന ചിന്തയോടെ ജീവിക്കേണ്ടതുണ്ട്. ഖബറിൽ നാം കിടക്കേണ്ടതുണ്ട്, മഹ്ശറയിൽ നാം നിൽക്കേണ്ടതുണ്ട്, കിതാബ് നാം സ്വീകരിക്കേണ്ടതുണ്ട്, വിചാരണക്ക് പഞ്ചപുച്ഛമടക്കി നാം നിൽക്കേണ്ടതുണ്ട്, മീസാനിന്റെ മുന്നിൽ നാം തലതാഴ്ത്തി നിൽക്കേണ്ടതുണ്ട്, സിറാത്ത് നാം കടക്കേണ്ടതുണ്ട്, സ്വർഗവും നരകവും കാണേണ്ടതുണ്ട്. എല്ലാം സത്യമാണ്, എല്ലാം യാഥാർത്ഥ്യമാണ്, അനുഭവിക്കാനുള്ളതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് അവരുടെ നാഥന്റെ പക്കൽ നിന്നുള്ള നന്മയും കരുണയും നേർമാർഗവുമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ 3 ആയത്തുകൾ മാത്രം മതി സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, ആ ദുരന്തത്തിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ആ പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡുകൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യവും വ്യക്തവുമായി നമുക്ക് വിശദീകരിച്ചു തരാൻ ഈ 3 ആയത്തുകൾ മാത്രം മതിയാവും. സൂറത്തുൽ ബഖറയുടെ 185, 186, 187 ആയത്തുകൾ മാത്രം മതിയാവും. ഈ ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അർത്ഥഗർഭമായ അതിൻ്റെ ആഴത്തിലുള്ള ആശയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരെ ഒരു ആവേശപ്പുറത്ത് എന്നതിനപ്പുറത്ത് അവർ രക്ഷപ്പെടുന്നത് വരെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏറ്റവും വലിയ ചേർത്ത് പിടിക്കൽ എന്താണെന്നറിയോ? ദുആയാണ്. ഏറ്റവും വലിയ ചേർത്ത് പിടിക്കൽ ദുആയാണ്. പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നത്, ആകാശത്ത് നിന്ന് ഇറങ്ങാനിരിക്കുന്നതും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങിയതുമായ ബലാഹുകൾക്ക് ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. എന്താണ് പരിഹാരം? ദുആ. ഒരു പരിഹാരമില്ല. ലാ യറുദ്ദുൽ ഖദാ ഇല്ലൽ ദുആ. വിധിയെ മാറ്റാൻ ദുആയിനെ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടോ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുക. ഒരു പക്ഷേ നമ്മുടെ നിസ്സാരരായി കാണുന്ന നമ്മുടെ നാട്ടിലെ വൃദ്ധന്മാർ, അവരിങ്ങനെ ഇരുന്ന് കുറേ നേരം ദുആ ചെയ്യാറുണ്ട്. അവരുടെ ദുആ കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ, വലിയ ബലാഅകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുന്നത്. ഒരു ദുആ പോലും പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണരുത്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രാജദർബാറിലേക്ക്, തുല്യതയില്ലാത്ത രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അധികാരത്തിലേക്ക് നാം അർപ്പിക്കുന്ന അപേക്ഷയാണ്. കാരുണ്യനിധിയായ റബ്ബിൻ്റെ സവിധത്തിലേക്ക്, ഒരിക്കലും തള്ളാത്ത കരുണാവാരിധിയായ റഹ്മാനായ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് നാം സമർപ്പിക്കുന്ന അപേക്ഷയാണത്. അതിനത്രയും പവറുണ്ട്, അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദുആയിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പറയേണ്ടത്. എൻ്റെ കടം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ മരണം, എൻ്റെ പരലോകം, എൻ്റെ ഖബർ എന്നതിനപ്പുറത്ത് റബ്ബേ, ഈ നാട്, ഈ ജനത, ഈ ജനങ്ങൾ, ഈ നാടിനെ നീ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. വെള്ളപ്പൊക്കങ്ങളിൽ നിന്നും, സുനാമികളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ നാടിനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ആർദ്രതയുള്ളവരായി നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരോട് പറയുന്ന വാക്കിനേക്കാൾ എത്രയോ വലുതാണ് അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ദുആ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥന. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക റബ്ബേ, അവർക്ക് നീ സമാധാനം നൽകുക റബ്ബേ, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നൽകുക റബ്ബേ. നഷ്ടപ്പെട്ടു പോയ സമ്പത്തും നഷ്ടപ്പെട്ടു പോയ ഉറ്റവരും അവർക്ക് അതിനേക്കാൾ നല്ല സമ്പത്തും അതിനേക്കാൾ നല്ല ഉറ്റവരെയും ഉടയവരെയും നീ കൊടുക്കുക റബ്ബേ എന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ, അവർക്ക് സ്ഥിരത നൽകുമാറാകട്ടെ. നഷ്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഞായറാഴ്ച 18-ാം തീയതി QHLS സംഗമം നടക്കുകയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് ഫാരിഷ് പറയും. എല്ലാവരും പരമാവധി അതിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.